ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം സോഷ്യൽ സയൻസ് ഫസ്റ്റ് ചാപ്റ്ററാണ്. ആദിമ മനുഷ്യരും സംസ്കാരങ്ങളുമാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര്. അപ്പോൾ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ഫുൾ ക്വസ്റ്റ്യൻ ആൻസറും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. കൂടാതെ നമ്മൾ ഇംഗ്ലീഷിൻ്റെ നെയിംസ് ആൻഡ് നെയിംസിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മലയാളം എക്സ്പ്ലനേഷൻ, സൈഡ് ക്വസ്റ്റ്യൻസ്, ഫുൾ ആക്ടിവിറ്റീസ്, പിന്നെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ ഹിന്ദിയിലെ ഫസ്റ്റ് ചാപ്റ്റർ, മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ, അതേപോലെ മലയാളം അടിസ്ഥാന പാഠങ്ങൾ എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ആദ്യത്തെ പേജ് നോക്കാം. ആദ്യത്തെ പേജിൽ വരുന്ന 2-3 ചോദ്യങ്ങൾ ആദ്യം തന്നെ പറയാം. അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അതേപോലെ തന്നെ നെഹ്റുവിൻ്റെ കത്തിൽ പരാമർശിക്കുന്ന ആദിമ മനുഷ്യൻ്റെ തലയോട് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഈ 2 ചോദ്യങ്ങളും ഈ ഒരു ഫസ്റ്റ് പേജിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പേജ് വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടും. ഓക്കെ, ആദിമ മനുഷ്യൻ ഒരിക്കലും നാം ഇന്ന് കാണുന്നത് പോലെ ആയിരിക്കുന്നതല്ല. പകുതി കുരങ്ങും പകുതി മനുഷ്യനുമായിരുന്ന അവർ ഏതാണ്ട് കുരങ്ങിനെ പോലെ തന്നെ ജീവിച്ചിരിക്കണം. ജർമ്മനിയിൽ ഹൈഡൽബർഗ് എന്ന പട്ടണത്തിൽ ഒരു പ്രൊഫസറെ കാണാൻ നമ്മൾ പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? ജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു കാഴ്ച ബംഗ്ലാവ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. അതിൽ വിശേഷിച്ചൊരു തലയോട് അദ്ദേഹം ഒരു ഇരുമ്പ് പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്നുവല്ലോ. അത് ഒരു ആദിമ മനുഷ്യൻ്റെ തലയോടാണത്രേ. ആ ആദിമ മനുഷ്യനെ ഇപ്പോൾ ഹൈഡൽബർഗ് മനുഷ്യൻ എന്നാണ് പറഞ്ഞു വരുന്നത്. ആ തലയോട് ഹൈഡൽബർഗ് എന്ന പട്ടണത്തിന് സമീപം ഒരു ദിക്കിൽ കുഴിച്ചിട്ടപ്പോൾ കണ്ടു കിട്ടിയത് കൊണ്ടാണ് ആ പേര് വന്നത്. അപ്പോൾ ഇതെന്താണ് നമ്മളിപ്പോൾ വായിക്കുന്നത്? ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് അയച്ച ഒരു കത്തിലെ ഒരു പേജാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ ജവഹർലാൽ നെഹ്റു അയച്ച ആ കൃതിയുടെ പേരാണ് ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ. ഇതിൽ അച്ഛൻ ജവഹർലാൽ നെഹ്റുവും മകള് ഇന്ദിരാഗാന്ധിയുമാണ്. അപ്പോൾ ഈ ഒരു പേജിൽ നമുക്ക് 2 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എന്താണ്? ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ വായിച്ചത്. ഓക്കെ, ഇതിൽ ജവഹർലാൽ നെഹ്റു പരാമർശിക്കുന്ന ചരിത്രശേഷിപ്പ് എന്താണ്? ഇതിൽ ജവഹർലാൽ നെഹ്റു പരാമർശിക്കുന്ന ചരിത്രശേഷിപ്പ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, എന്താണ്? ഒരു മനുഷ്യൻ്റെ തലയോട് അല്ലേ, ഒരു മനുഷ്യൻ്റെ തലയോട്, ഹൈഡൽബർഗ് എന്ന മനുഷ്യൻ. ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇത് ജർമ്മനിയിലെ ഹൈഡൽബർഗ് എന്ന പട്ടണത്തിൽ അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പുസ്തകം എഴുതിയതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. നെഹ്റുവിൻ്റെ കത്തിൽ പരാമർശിക്കുന്ന ആദിമ മനുഷ്യൻ്റെ തലയോട് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹൈഡൽബർഗ് മനുഷ്യൻ. ഇത്രയേറെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരെക്കുറിച്ച്, ആ കാലഘട്ടത്തെക്കുറിച്ചോ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യർ ജീവിച്ചിരുന്നോ എന്നോ നമുക്കറിയില്ല. കാരണം നമ്മളത് കണ്ടിട്ടില്ല, നമ്മൾക്ക് കേൾവി മാത്രമാണ്. അക്കാലത്തെ മനുഷ്യരുടെ ചരിത്രം നമുക്ക് പരിശോധിച്ചല്ലോ. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന എന്താണ്? മനുഷ്യരെ കുറിച്ചാണ്. മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ കാഴ്ചപ്പാടിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സിനു തൻ്റെ കുടുംബത്തിലെ മുൻ തലമുറകളിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ കുടുംബവൃക്ഷം ശ്രദ്ധിക്കൂ. ഇതുപോലെ നിങ്ങളുടെ കുടുംബത്തിലെ എത്ര തലമുറകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും? ഇങ്ങനെ അനേകായിരം തലമുറകൾ പിറകോട്ട് പോകാൻ കഴിഞ്ഞാൽ നമുക്ക് ആദിമ മനുഷ്യരിൽ ചെന്നെത്താം. അപ്പം നമ്മൾ കുട്ടികൾ, നമ്മുടെ അച്ഛനും അമ്മയും പിന്നെ അവരുടെ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും, അതിൽ കൂടുതൽ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നില്ല. നമ്മുടെ അച്ഛനെയും അമ്മയെ അവരുടെ അച്ഛനെയും അമ്മേനെയും അല്ലാതെ കൂടുതൽ തലമുറകളെ നമ്മൾ അതിൻ്റെ പുറകിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ അനേകായിരം തലമുറകൾ പിറകോട്ട് പോയാലാണ് നമുക്ക് ആദിമ മനുഷ്യനിലേക്ക് ചെന്നെത്താൻ കഴിയുന്നത്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് BCE ACE. ഓക്കെ, കാലഗണന അനുസരിച്ച് ചരിത്രത്തെ 2 കാലഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു. പൊതുവർഷത്തിനു മുമ്പും ബിഫോർ കോമൺ ഇറ പൊതുവർഷവും യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് BC AD എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നത്. അപ്പോൾ കാലഗണന അനുസരിച്ച് ചരിത്രത്തെ 2 കാലങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. എത്ര കാലങ്ങളായിട്ടാണ്? 2 കാലങ്ങളായിട്ടാണ്. അതിന് പറയുന്നത് പൊതുവർഷത്തിന് മുമ്പ്, ബിഫോർ കോമൺ ഇറ പൊതുവർഷം,
പൊതുവർഷവും പൊതുവർഷത്തിന് മുമ്പും. ഇനി യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി മുൻകാലങ്ങളിൽ BC AD എന്നിങ്ങനെയാണ് വിഭജിച്ചിരുന്നത്. അതായത് ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം, അതാണ് BC, ബിഫോർ ക്രൈസ്റ്റ്. ഒക്കെ ഇംഗ്ലീഷ് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ്, അതായത് യേശുവിൻ്റെ ജനനത്തിന് മുന്നേ എന്നും ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷമുള്ള കാലം AD, അന്നോ ഡോമിനി എന്നും അറിയപ്പെട്ടിരുന്നു. ഇന്ന് യഥാക്രമം BCE എന്നും CE എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ചരിത്രത്തെ 2 ഘട്ടങ്ങളായിട്ടാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അത് ഏതൊക്കെയാണ്? അപ്പോൾ നമുക്ക് ഈ ഭാഗത്തുള്ള ചോദ്യം നോക്കാം. ചോദ്യം 1, ചരിത്രത്തെ കാലഗണന അനുസരിച്ച് പ്രധാനമായും ഏതെല്ലാം 2 കാലഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു? ഉത്തരം എന്താണ്? പൊതുവർഷത്തിന് മുമ്പും പൊതുവർഷവും. പൊതുവർഷത്തിന് മുമ്പും പൊതുവർഷവും. രണ്ടാമത്തെ ചോദ്യം BC AD എന്നിവയുടെ പൂർണ്ണ രൂപം എന്താണ്? BC എന്നാൽ ബിഫോർ ക്രൈസ്റ്റ് എന്നും AD എന്നാൽ അന്നോ ഡൊമിനി എന്നുമാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. BCE, CE എന്നീ കാലഗണനങ്ങൾ ഏത് സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് നിശ്ചയിക്കുന്നത്? നമ്മൾ ചരിത്രത്തെ 2ആയി തിരിച്ചു എന്ന് പറഞ്ഞല്ലോ. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ BCE, CE എന്നീ കാലഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഓക്കെ, BCE, CE സൂചിപ്പിക്കുന്ന ഡയഗ്രാം നിങ്ങൾ കണ്ടല്ലോ. ഓക്കെ, ഒരു നൂറ്റാണ്ട് എന്നാൽ എത്ര വർഷമാണ്? 100 വർഷമാണ്. സെഞ്ച്വറി അടിച്ചു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 100 വർഷം, സെഞ്ച്വറി. ഒരു ദശലക്ഷം വർഷം എന്നാൽ 10 ലക്ഷം വർഷമാണ്. ദശം എന്ന് പറഞ്ഞാൽ 10 എന്നാണ് അർത്ഥം. ഓക്കെ, ദശലക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ദശലക്ഷം വർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ലക്ഷം വർഷം. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. മനുഷ്യരുടെ ഉത്ഭവവും പരിമാണവും. ഓക്കെ, മനുഷ്യൻ ഉത്ഭവിച്ചത് എവിടെ നിന്നാണ്? മനുഷ്യരുടെ പരിണാമത്തിൻ്റെ ചരിത്രം, ഇതൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകളാണ് മനുഷ്യ ഫോസിലുകൾ. അപ്പോൾ ആദിമ മനുഷ്യൻ, ഇങ്ങനെ ഒരു മനുഷ്യന്മാർ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് അറിയണ്ടേ? അതിന് നമ്മൾ സഹായിക്കുന്ന എന്താണ്? പ്രധാന സ്രോതസ്സ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? മനുഷ്യ ഫോസിലുകൾ. ഇത്തരം ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണ്ണയിച്ചാണ് മനുഷ്യൻ്റെ ഉത്ഭവത്തിൻ്റെയും പരിണാമത്തിൻ്റെയും ചരിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫോസിലുകൾ നമ്മൾ കണ്ടുപിടിച്ച് ആ ഫോസിലുകളുടെ കാലപ്പഴക്കം, എത്ര പഴക്കമുണ്ട് എന്നൊക്കെ നമ്മൾ നിശ്ചയിക്കും. ശാസ്ത്രീയമായിട്ടാണ് ഇതൊക്കെ നിശ്ചയിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എന്ത് മനസ്സിലാക്കുന്നത്? ഇത് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരാണ്, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ജീവിവർഗങ്ങളാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഫോസിലുകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ. ഫോസിലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ. പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ, മനുഷ്യ പരിണാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റം, മനുഷ്യൻ്റെ മാറ്റങ്ങൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. 2-3 പോയിന്റുകളുണ്ട് പ്രധാനപ്പെട്ടായിട്ട്. ഇപ്പം നമ്മൾ നേരത്തെ വായിച്ച പാരഗ്രാഫിൽ നമുക്കൊരു ചോദ്യമുണ്ട്. എന്താണ്? ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ഉത്തരം എഴുതേണ്ടത്? മനുഷ്യ ഫോസിലുകളാണ്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ പരിണാമത്തിൻ്റെ ചരിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത്? മനുഷ്യ ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണ്ണയിച്ചാണ് മനുഷ്യരുടെ ഉത്ഭവത്തിൻ്റെയും പരിണാമത്തിൻ്റെയും ചരിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത മനുഷ്യ പരിണാമത്തിൽ 2 പോയിന്റ് പ്രധാനപ്പെട്ട പഠിക്കാനുണ്ട്. ഒന്ന് ചാൾസ് ഡാർവിനെ കുറിച്ചാണ്, പിന്നെ എന്താണ് പരിണാമം എന്നതിനെക്കുറിച്ചും നമുക്ക് പറയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു പുസ്തകവും ഉണ്ട്, അതും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ചാൾസ് ഡാർവിനാണ്. ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക പ്രക്രിയയിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ പ്രക്രിയയെ അദ്ദേഹം പരിണാമം എന്ന പേര് നൽകി. 1859 പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് എ സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലാണ് മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചത്.
ഇനി നമുക്ക് ചാൾസ് ഡാർവിനെ കുറിച്ച് നോക്കാം. 1809 ഫെബ്രുവരി 12 ഇംഗ്ലണ്ടിലാണ് ചാൾസ് ഡാർവിൻ ജനിച്ചത്. ഭൂമിയിൽ ജീവൻ്റെ ഉത്ഭവത്തിലേക്കും ജീവജാലങ്ങളുടെ വൈവിധ്യത്തിലേക്കും നയിച്ച പ്രക്രിയകൾ മനസ്സിലാക്കാൻ സഹായിച്ച പ്രകൃതി ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. എല്ലാ ജീവജാലങ്ങളും പരിണമിച്ച് രൂപപ്പെട്ടതാണെന്നും ഓരോ ജീവിവർഗവും ഇന്നത്തെ രൂപത്തിലെത്താൻ അനേക ലക്ഷം വർഷങ്ങൾ എടുത്തു എന്നാണ് ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ വിശദീകരിച്ചത്. അപ്പോൾ മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് ചാൾസ് ഡാർവിൻ. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം എന്തായിരുന്നു? പരിണാമമാണ്. പരിണാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ദീർഘകാലം, വളരെ കാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യൻ ഉത്ഭവിച്ചത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അതിന് അദ്ദേഹം നൽകിയ പേരാണ് പരിണാമ സിദ്ധാന്തം എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം ചാൾസ് ഡാർവിൻ അവതരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിലൂടെയാണ്. അത് 1859 പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും 3-4 പോയിന്റുകൾ നമുക്ക് ഈ പേജിൽ പഠിക്കാനുണ്ട്. മനുഷ്യ പരിണാമത്തെക്കുറിച്ച് ശാസ്ത്രീയമായ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആര്? അദ്ദേഹത്തിൻ്റെ പ്രധാന ഗ്രന്ഥം ഏതാണ്? ചാൾസ് ഡാർവിൻ. അദ്ദേഹത്തിൻ്റെ പ്രധാന ഗ്രന്ഥം 1859 പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ് ആണ്. ഇനി അടുത്തത് മനുഷ്യരുടെ പൂർവികർ. മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത് ആരിൽ നിന്നാണെന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അതിൽ കിടക്കുന്നത്. പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത്. ആദിമ മനുഷ്യ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. സസ്തനികളിൽ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത്. പിന്നെ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട് അടുത്ത പേജിൽ, അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. പ്രൈമേറ്റുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ കുറേ ഉപവിഭാഗങ്ങളുണ്ട്. അപ്പോൾ മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത് ആരിൽ നിന്നാണ്? തുടക്കം ആരിൽ നിന്നാന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ എഴുതേണ്ടത്? പ്രൈമേറ്റുകൾ, സസ്തനികളിൽ ഒരു വിഭാഗമായ പ്രൈമേറ്റുകൾ. ഈ ഫ്ലോ ചാർട്ട് ഒന്ന് ശ്രദ്ധിക്കൂ. പ്രൈമേറ്റുകളാണ് ആദ്യത്തെ വിഭാഗം. അതെന്താണ്? സസ്തനികളിൽ ഒരു വിഭാഗമാണ്. പിന്നീട് വരുന്നത് ഹോമിനോയിഡുകൾ. പേര് ഓർത്ത് വെക്കുക, ഹോമിനോയിഡുകൾ. ഹോമിനോയിഡുകൾ എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രത്യേകത എന്താണ്? 4 കാലിലാണ് നടത്തം. 4 കാലിലാണ് നടത്തം. പിന്നീട് വരുന്നത് ഹോമിനിഡുകൾ. ഹോമിനിഡുകളുടെ പ്രത്യേകത എന്താണ്? ഇരുകാലിലാണ് നടത്തം. പിന്നെ വരുന്നത് എന്താണ്? ആസ്ട്രോപിത്തൈക്കസ്. അപ്പോൾ ഹോമിനിഡുകൾ നമ്മൾ പറഞ്ഞു ഇരുകാലി നടത്തം ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൽ തന്നെ 2 വിഭാഗമുണ്ട്, ആസ്ട്രലോപിത്തേക്കസും ഹോമോയും. അതിൽ ഈ ഹോമോയിൽ കാണുന്നതാണ് 3 വിഭാഗക്കാർ. ഏതൊക്കെയാണത്? ഹോമോ ഹാബിലിസ് എന്ന് പറഞ്ഞാൽ ഉപകരണ നിർമ്മാതാക്കൾ. ഹോമോ ഇറക്റ്റസ് എന്ന് പറഞ്ഞാൽ നിവർന്ന് നിൽക്കുന്ന മനുഷ്യർ. ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിയുള്ള മനുഷ്യർ. അപ്പോൾ നമുക്ക് ഈ മനുഷ്യവർഗങ്ങളുടെ സവിശേഷതകളും അതേപോലെ മനുഷ്യവർഗങ്ങളും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രൈമേറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്തനികളിൽ ഒരു വിഭാഗം. നമുക്ക് ആ ബോക്സിലുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. മനുഷ്യ പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങളും അവയുടെ സവിശേഷതകളും ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറിപ്പ് തയ്യാറാക്കാം. ലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന മനുഷ്യ പരിണാമം സസ്തനികളിലെ പ്രൈമേറ്റുകളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. 4 കാലിൽ നടന്ന ഹോമിനോയിഡുകളിൽ നിന്ന് ഇരുകാലിൽ നടക്കുന്ന ഹോമിനിഡുകൾ രൂപപ്പെട്ടു. തുടർന്നുണ്ടായ ഹോമോ വിഭാഗത്തിൽ ആദ്യമായി ഉപകരണങ്ങൾ നിർമ്മിച്ച ഹോമോ ഹാബിലിസ്, നിവർന്നു നടന്ന ഹോമോ ഇറക്റ്റസ്, ഉയർന്ന ചിന്താശേഷിയുള്ള ഹോമോ സാപ്പിയൻസ് അഥവാ ബുദ്ധിയുള്ള മനുഷ്യർ എന്നിവ ഉൾപ്പെടുന്നു. ഇതിൽ ഹോമോ സാപ്പിയൻസ് വിഭാഗത്തിലാണ് ഇന്നത്തെ ആധുനിക മനുഷ്യവർഗം ഉൾപ്പെടുന്നത്. മുൻ മോഡൽ ചോദ്യത്തിൽ വന്നൊരു ക്വസ്റ്റ്യനാണ് ഇത്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുക. ചേരുംപടി ചേർക്കാനാണ്. അപ്പോൾ ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ സാപ്പിയൻസ്, ഹോമിനോയിഡുകൾ 4 തരം വിഭാഗം തന്നിട്ടുണ്ട്. ഇപ്പുറം തന്നിരിക്കുന്നത് ബുദ്ധിയുള്ള മനുഷ്യർ, 4 കാലി നടത്തും ഉപകരണ നിർമ്മാതാക്കൾ, നിവർന്നു നിൽക്കുന്ന മനുഷ്യർ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഹോമോ ഹാബിലിസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഹോമോ ഹാബിലിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപകരണ നിർമ്മാതാക്കളാണ്. ഹോമോ ഇറക്റ്റസ് എന്ന് പറഞ്ഞാൽ എന്താ? നിവർന്ന് നിൽക്കുക എന്നാണ് അർത്ഥം.
അപ്പോൾ ഹോമോ ഇറക്റ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിവർന്നു നിൽക്കുന്ന മനുഷ്യൻ. 2D ആണ്. ഇനി ഹോമോ സാപ്പിയൻസ്, ബുദ്ധിയുള്ള മനുഷ്യർ, അതിലാണ് നമ്മൾ പെടുന്നത്, ഹോമോ സാപ്പിയൻസ്. ഹോമിനോയിഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 കാലിൽ നടക്കുക. ഓക്കെ, ഹോമിനോയിഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 കാലിൽ നടക്കുക. ഹോമിനിഡുകൾ എന്ന് പറഞ്ഞാലാണ് 2 കാലിൽ നടക്കുന്നത്. മാറിപ്പോയത്. ഹോമിനിഡുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹോമിനോയിഡ് എന്ന് പറഞ്ഞാൽ 4 കാല്, ഹോമിനിഡ് എന്ന് പറഞ്ഞാൽ 2 കാല്. ഓക്കെ, ഇനി അടുത്ത ഭാഗം നോക്കാം. മനുഷ്യവികാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പ്രധാനപ്പെട്ട പോയിൻ്റുള്ള ഒരു പാരഗ്രാഫാണ്. നമുക്ക് ഓരോന്നായിട്ട് വായിച്ച് നോക്കാം. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യാം. ആദിമ മനുഷ്യൻ വനാന്തരങ്ങളിലാണ് വസിച്ചിരുന്നത്. അപ്പോൾ ആദിമ മനുഷ്യൻ എവിടെയാണ് താമസിച്ചിരുന്നത്? വനങ്ങളിൽ. വനാന്തരം എന്ന് പറഞ്ഞാൽ വനത്തിൻ്റെ ഉള്ളിൽ, അന്തരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉള്ളിൽ. ഓക്കെ, കായ്കനികൾ ശേഖരിച്ച് മൃഗങ്ങളെ വേട്ടയാടി അവയുടെ മാംസം ഭക്ഷണമാക്കിയും അവർ ജീവിച്ചിരുന്നു. അപ്പോൾ ആദിമ മനുഷ്യൻ എങ്ങനെയൊക്കെയാണ് ജീവിച്ചത്? വനത്തിലുള്ള പഴങ്ങളും അതേപോലെ ഇലകളും ഒക്കെ ശേഖരിക്കുക, അത് കഴിക്കുക, മൃഗങ്ങളെ വേട്ടയാടി അവയുടെ മാംസം ഭക്ഷണമാക്കിയിട്ടൊക്കെയാണ് അവർ ജീവിച്ചിരുന്നത്. ശിലകൾ ആയുധമാക്കി ഉപയോഗിച്ചിരുന്നതിനാൽ ഈ കാലഘട്ടത്തെ ശിലായുഗം എന്ന് വിളിക്കുന്നു. അപ്പോൾ ചുറ്റുപാടുകളിൽ നിന്നുള്ള പരുക്കൻ കല്ല്, മൃഗങ്ങളെയൊക്കെ വേട്ടയാടാൻ കല്ലെടുത്ത് എറിയാണ് ചെയ്തിരുന്നത്. പരുക്കൻ കല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തെ ശിലായുഗം എന്ന് വിളിക്കുന്നു. അപ്പോൾ ശില എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അർത്ഥം എന്താണ്? കല്ല് എന്നാണ്, അല്ലെങ്കിൽ പാറ എന്നാണ് അർത്ഥം. അപ്പം ശിലായുഗം എന്ന് പറയുന്നത് എന്താണ്? കല്ലുകൾ ആയുധമാക്കി ഉപയോഗിച്ചിരിക്കുന്നതിലാണ് ഈ കാലഘട്ടത്തെ ശിലായുഗം എന്ന് പറയുന്നത്. ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളിലും ഉപകരണങ്ങളിലും കാലക്രമത്തിലുണ്ടായ പുരോഗതി അടിസ്ഥാനമാക്കി ശിലായുഗത്തെ 3 ഘട്ടമായി തിരിക്കാം. അപ്പോൾ ഈ ശിലായുഗം എന്ന് പേര് വരാൻ കാരണം മനസ്സിലായല്ലോ. വേട്ടയാടാനൊക്കെ അവർ പരുക്കൻ കല്ലുകളാണ് ആയുധമാക്കിയിരുന്നത്. ഇനി ഈ ശിലായുഗത്തെ തന്നെ 3 വിഭാഗത്തിൽ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് പ്രാചീന ശിലായുഗം, രണ്ടാമത്തേത് മധ്യശിലായുഗം, മൂന്നാമത്തേത് നവീന ശിലായുഗം. അപ്പോൾ ശിലായുഗത്തെ തന്നെ 3 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണത്? പ്രാചീനം, മധ്യശിലായുഗം, നവീന ശിലായുഗം. പ്രാചീനം, മധ്യം, നവീനം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ശിലായുഗ ഘട്ടങ്ങളുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശിലായുഗം, പ്രാചീന ശിലായുഗം. പ്രാചീന ശിലായുഗത്തിലെ ഉപകരണങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ? പ്രാചീന ശിലായുഗം എന്താണ്? ചിത്രങ്ങൾക്ക് ഒന്നാമത്തേത് വെറും പരുക്കൻ കല്ലുകളാണല്ലേ. അപ്പോൾ ശിലായുഗത്തിലെ ആദ്യ ഘട്ടമാണ് പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത്. 3 പോയിൻ്റാണ് നമുക്ക് പ്രാചീന ശിലായുഗത്തിൽ പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ്? ശിലായുഗത്തിലെ ആദ്യ ഘട്ടമാണ് പരുക്കൻ കല്ലുകൾ ഉപകരണങ്ങളാക്കി. അപ്പോൾ പരുക്കൻ കല്ലുണ്ടാവുമല്ലോ, നമ്മൾ സാധാരണ കാണുന്ന ആ കല്ല് അതേ രൂപത്തിൽ തന്നെയാണ് അവർ ഉപകരണങ്ങളാക്കിയത്. ആ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും. കൂർത്ത ഭാഗങ്ങളൊക്കെ ആയിട്ട് കാണാം. പരുക്കൻ കല്ലുകളാണ്. ശേഖരണവും വേട്ടയാടലും ഉപജീവനമായി. അവർ ജീവിക്കുന്നത് എങ്ങനെയാണ്? പഴങ്ങൾ ഭക്ഷിച്ചും, അതായത് കാട്ടിലെ വിഭവങ്ങൾ, പിന്നെ വേട്ടയാട്, ഇതാണ് അവരുടെ ഉപജീവന മാർഗം. 3 പോയിൻ്റാണ് ഓർമ്മിച്ച് വെക്കേണ്ടത്. രണ്ടാമത്തേത് മധ്യശിലായുഗം. ഈ മധ്യശിലായുഗത്തിലെ ഉപകരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഒരു സൂക്ഷ്മത അല്ലേ? എല്ലാം ഒരു കൂർപ്പൊക്കെ വരാൻ തുടങ്ങിയല്ലേ? സൂക്ഷ്മശിലാ ഉപകരണങ്ങൾ ഉപയോഗിച്ചു ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യവും ഭക്ഷണമാക്കി, മൃഗത്തോലും മരത്തോലും ഇലകളും വസ്ത്രങ്ങളാക്കി. അപ്പോൾ ഓരോ കാലഘട്ടം കഴിയുമ്പോൾ മാറ്റങ്ങളാണ് അല്ലേ? ഇപ്പോൾ നമ്മൾ AI കാലഘട്ടത്തിലാണല്ലോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ പ്രാചീന ശിലായുഗത്തിൽ പരുക്കൻ കല്ല് ഉപയോഗിച്ചു. മധ്യശിലായുഗം കുറച്ചും കൂടി കാലം മുന്നോട്ട് വന്നപ്പോൾ എന്തായി? അവർ സൂക്ഷ്മശിലാ ഉപകരണങ്ങൾ ഉപയോഗിച്ചു. അതേപോലെ തന്നെ മത്സ്യമൊക്കെ ഭക്ഷണമാക്കാൻ തുടങ്ങി. മൃഗത്തോലും മരത്തോലും ഇലകളും വസ്ത്രങ്ങളൊക്കെ ഇടാൻ തുടങ്ങി. അതാണ് മധ്യശിലായുഗത്തിൽ വന്ന മാറ്റങ്ങൾ. ഇനി നമുക്ക് നവീന ശിലായുഗത്തിൻ്റെ ആ ഒരു പിക്ചർ നോക്കൂ. എന്തെല്ലാം മാറ്റങ്ങളാണ്? ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള പരിഷ്കരിച്ചതും മിനുസമുള്ളതുമായ ഉപകരണങ്ങൾ ഉപയോഗിക്കുകയാണ്. കൃഷി ആരംഭിച്ചു. പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റമാണ്. അപ്പോൾ കൃഷി ആരംഭിച്ച ശിലായുഗം ഏതാന്ന് ചോദ്യം വന്നിട്ട് എന്തെഴുതണം? നവീന ശിലായുഗം എന്നാണ് എഴുതേണ്ടത്. പിന്നെയും മാറ്റങ്ങൾ സംഭവിച്ചു. ചക്രം കണ്ടുപിടിച്ചു. മൺപാത്ര നിർമ്മാണം ആരംഭിച്ചു. അപ്പം പ്രാചീന ശിലായുഗത്തിൽ നിന്ന് നവീന ശിലായുഗത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നല്ലേ?
അപ്പോൾ നമുക്ക് കൃഷിയുടെ ആരംഭം ഏത് ശിലായുഗത്തിലാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തെഴുതും? നവീന ശിലായുഗം എന്ന് എഴുതാം അല്ലേ. ഇനി അടുത്തൊരു പ്രത്യേകപ്പെട്ട സ്ഥലമാണ് ഭീംബഡ്ക. ഭീംബഡ്ക എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതയുള്ള സ്ഥലമാണ്. എന്തൊക്കെയാണ് ഭീംബഡ്കയുടെ പ്രത്യേകതകൾ? ആ ഒരു കോളം നമുക്ക് വായിച്ചു നോക്കാം. ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാകേന്ദ്രമാണ് മധ്യപ്രദേശിലെ ഭീംബഡ്ക. പ്രാചീന മനുഷ്യരുടെ വിവിധ ജീവിത രീതികളെക്കുറിച്ച് അവയുടെ ഗുഹാചിത്രങ്ങൾ നമ്മോട് പറയുന്നു. അവരുടെ ആശയവിനിമയത്തിൻ്റെ തെളിവുകൾ കൂടിയാണ് ഈ ഗുഹാചിത്രങ്ങൾ. അപ്പം ഭീംബഡ്കയിൽ ഒരുപാട് ഗുഹയിൽ കൊത്തിയിട്ട കുറേ ചിത്രങ്ങളുണ്ട്. അത് അവർ ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പം മധ്യപ്രദേശിലാണ് ഭീംബഡ്ക പ്രാചീന ശിലായുഗത്തിൽ ജീവിച്ചിരിക്കുന്നവരുടെ ഒരു അവശേഷിപ്പാണ്. ഓക്കെ, കണ്ടല്ലോ. ഇനി നമുക്ക് പേജ് 12 പോകാം. നമ്മൾ കഴിഞ്ഞ പേജിൽ വരച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമുക്കൊരു ചോദ്യത്തിലൂടെ നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ 3 ശിലായുഗങ്ങൾ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ മാച്ച് ചെയ്യണം. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. ആദ്യത്തെ ഓപ്ഷൻ കൃഷി ആരംഭിച്ചു, ചക്രം കണ്ടുപിടിച്ചു. രണ്ടാമത്തെ ഓപ്ഷൻ ശിലായുഗത്തിലെ ആദ്യഘട്ടം പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചു. മൂന്നാമത്തെ ഓപ്ഷൻ സൂക്ഷ്മശിലാ ഉപകരണങ്ങൾ ഉപയോഗിച്ചു. അപ്പോൾ നമുക്കറിയാം ആദ്യത്തേത് പ്രാചീന ശിലായുഗം. പ്രാചീന ശിലായുഗത്തിൽ എന്താണ് സംഭവിച്ചത്? ശിലായുഗത്തിലെ ആദ്യത്തെ ഘട്ടമാണ് പ്രാചീന ശിലായുഗം. പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ച ഒരു കാലഘട്ടമാണ്. ഇനി മധ്യശിലായുഗത്തിൽ എന്താണ് സംഭവിച്ചത്? സൂക്ഷ്മശിലാ ഉപകരണങ്ങൾ ഉപയോഗിച്ചു. നവീന ശിലായുഗമാണ് വളരെ പ്രധാനപ്പെട്ട. കൃഷി ആരംഭിച്ചതും ചക്രം കണ്ടുപിടിച്ചതും നവീന ശിലായുഗത്തിലാണ്. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. ഇനി കൃഷി ആരംഭിച്ചത് നമ്മൾ പറഞ്ഞു നവീന ശിലായുഗത്തിലാണ്. ഇനി കൃഷിയുടെ ആരംഭവും സ്ഥിരവാസവും. കൃഷിയുടെ ആരംഭം നവീന ശിലായുഗത്തിലാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. കൃഷി ചെയ്യാൻ ആരംഭിച്ച മനുഷ്യർക്ക് കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരവാസം അനിവാര്യമായി വന്നു. അപ്പോൾ മനുഷ്യൻ സ്ഥിരവാസം ഉറപ്പിക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്താണ്? കൃഷി ചെയ്യാൻ ആരംഭിച്ച മനുഷ്യന് കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരവാസം അനിവാര്യമായി വന്നു. അങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ അലഞ്ഞ് നടക്കലായിരുന്നു. ഒരു സ്ഥിര താമസം ഉറപ്പിച്ചത് എപ്പോഴാണ്? കൃഷിയുടെ ആരംഭത്തിലാണ്. അപ്പോൾ നവീന ശിലായുഗത്തിലാണ് മനുഷ്യൻ സ്ഥിരവാസം ഉറപ്പിക്കാൻ തുടങ്ങിയത്. കൃഷി പരിപാലിക്കാനും കൃഷിയിടങ്ങളെ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കാനും മൃഗപരിപാലനത്തിനുമായി അവർ കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരവാസം ഉറപ്പിച്ചു. അപ്പോൾ കൃഷി ചെയ്യാൻ ആരംഭിച്ചപ്പോൾ എന്തായി? കൃഷിയെ നോക്കണം അല്ലേ, കൃഷി പരിപാലിക്കണം, പിന്നെ കൃഷിയിടങ്ങൾ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കണം, മൃഗപരിപാലനം, ഇതൊക്കെ ആയി അവർ കൃഷിയിടങ്ങൾക്ക് സമീപമായി സ്ഥിരവാസം ഉറപ്പിച്ചു. സ്ഥിരവാസം മനുഷ്യരിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം? അപ്പോൾ സ്ഥിരവാസം ആരംഭിച്ചു. അപ്പോൾ അവർ സ്ഥിരവാസത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും അവരിൽ ഉണ്ടായിട്ടുണ്ടാവുക? വാസസ്ഥലങ്ങൾ നിർമ്മിക്കണമല്ലോ നമ്മൾ, അതായത് വസിക്കാനും പാർപ്പിടം നിർമ്മിക്കണം. പിന്നെ ഒരുപാട് വാസസ്ഥലങ്ങൾ അങ്ങനെ ഉണ്ടായല്ലേ. അപ്പോൾ എന്ത് സംഭവിച്ചു? ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങുകയും സംഘടിത സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സമൂഹമായി ജീവിക്കാൻ തുടങ്ങി. ഒരു വീട് വെച്ചു, വേറൊരു വീട് വെച്ചു, അങ്ങനെ അനേകം വാസസ്ഥലങ്ങളായി, അങ്ങനെ ഒരു സമൂഹമായി അല്ലേ. സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായും നഗരങ്ങളായും വികാസം പ്രാപിച്ചു. അങ്ങനെ സമൂഹങ്ങളായി, പിന്നെ ഗ്രാമങ്ങളായി, പിന്നെ നഗരങ്ങളായി, അങ്ങനെ വികസനം വന്നു. ഓക്കെ, അപ്പോൾ സ്ഥിരവാസം മനുഷ്യരിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം എന്ന ചോദ്യത്തിന് നമുക്ക് 3 ഉത്തരങ്ങളാണുള്ളത്. ഒന്ന്, വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി. രണ്ടാമത്, ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങുകയും സംഘടിത സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. പിന്നീട് സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായും നഗരങ്ങളായും വികാസം പ്രാപിച്ചു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് എന്താണ്? ഹെഡിങ് ശിലയിൽ നിന്നും ലോഹത്തിലേക്ക്. ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് ശിലായുഗത്തെക്കുറിച്ചാണ്, അതായത് പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഉപകരണങ്ങളെ കുറിച്ചാണ്. ഇനി എന്താണ് അടുത്തത്? ഇത് നിങ്ങൾ താഴെയുള്ള 2 ചിത്രങ്ങൾ നിരീക്ഷിച്ച് നോക്കും. അപ്പോൾ അത് ഏത് വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് അവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ചിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം അത് കല്ലുകൾ കണ്ടല്ലേ, കൂർത്ത കല്ലുകളൊന്ന് കൂർപ്പിച്ചൊക്കെ വെച്ചതാണ് സംഭവങ്ങൾ. അപ്പോൾ ചിത്രം 1 നമുക്ക് എന്ത് എഴുതാം? കല്ലുകൾ കൊണ്ട് എന്ന് എഴുതാം. രണ്ടാമത്തെ ചിത്രം നോക്കൂ, അത് എന്തുകൊണ്ടാണ് ആ വസ്തുക്കളൊക്കെ നിർമ്മിച്ചത്? ലോഹങ്ങൾ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചിത്രം കല്ലുകൾ കൊണ്ടും രണ്ടാമത്തെ ചിത്രം ലോഹങ്ങൾ കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്.
ചെമ്പായിരുന്നു മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം. അപ്പോൾ മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം ഏതാണ്? ചെമ്പായിരുന്നു മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം. ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് ലോഹയുഗം എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞ ശിലായുഗത്തെക്കുറിച്ചാണ്. ഇനി ലോഹയുഗമാണ് വരുന്നത്. അപ്പോൾ ലോഹങ്ങൾ കൊണ്ട് ആയുധവും ഉപകരണങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോഹയുഗം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നത്? മണ്ണ് ഉഴുതു മറിക്കാനും മരങ്ങൾ മുറിക്കാനും ഒക്കെ കാഠിന്യവും ഉറപ്പും ചെമ്പിന് കുറവായതിനാൽ ചെമ്പും ഈയവും കൂട്ടിച്ചേർത്ത് കാഠിന്യവും ഉറപ്പുമുള്ള വെങ്കലം എന്ന ലോഹസങ്കരം ഉപയോഗിച്ചു. അപ്പോൾ എന്താണ് വെങ്കലം വരാൻ കാരണം എന്താണ്? മണ്ണ് ഉഴുതു മറിക്കാനൊക്കെ നല്ല കട്ടിയുള്ള ഉപകരണം വേണം. അപ്പം ചെമ്പിന് താരതമ്യേന ഉറപ്പ് കുറവാണ്. അപ്പോൾ ചെമ്പിൻ്റെ കൂടെ എന്ത് ചേർത്തു? ഈയവും കൂടി കൂട്ടിച്ചേർത്തു. അപ്പോൾ എന്താണ്? കുറച്ചുകൂടി കാഠിന്യവും ഉറപ്പുമുള്ള പുതിയൊരു ലോഹം, അതായത് വെങ്കലം എന്ന ലോഹസങ്കരം നിർമ്മിച്ചു. വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടം വെങ്കലയുഗം എന്നറിയപ്പെടുന്നു. അപ്പോൾ ആ ഒരു യുഗത്തെയാണ് വെങ്കലയുഗം എന്ന് പറയുന്നത്. ഓക്കെ. ലോഹയുഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ ലോഹയുഗം എന്ന് വിളിക്കുന്നു. എന്താണ് വെങ്കലയുഗം? വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ വെങ്കലയുഗം എന്ന് വിളിക്കുന്നു. ഓക്കെ. ഇനി വെങ്കലത്തിൻ്റെ ഉപയോഗം മനുഷ്യ ജീവിതത്തിനുണ്ടാക്കി. ഇനി വെങ്കലത്തിൻ്റെ ഉപയോഗം കൊണ്ട് മനുഷ്യ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ ഇവിടെ 4 കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് സഹായമായി. അപ്പോൾ കൂടുതൽ ഉപകരണങ്ങൾ വന്നു. അപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിൽ എന്തായി? കൃഷി ചെയ്യാൻ തുടങ്ങി. കൃഷിയിടങ്ങളുടെ വ്യാപനം കാർഷികോൽപാദന വർധനവിന് കാരണമായി. അപ്പോൾ കൃഷിയിടങ്ങൾ കൂടിയപ്പോൾ എന്തായി? കൃഷിയുടെ ഉൽപാദനം കൂടുതലായി. കാർഷികോൽപാദന വർദ്ധ ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസത്തിനും വഴിയൊരുക്കി. അപ്പം കൂടുതൽ കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കൃഷിയിടത്തു നിന്നും കൂടുതൽ ഉൽപ്പന്നങ്ങൾ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഉൽപ്പന്നങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവനവൻ്റെ ആവശ്യത്തിലും ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പോൾ എന്തായി? മറ്റുള്ളവർക്ക് ആ ഉൽപ്പന്നങ്ങൾ കൈമാറാൻ തുടങ്ങി. അപ്പോൾ കൈമാറാൻ എന്ത് വേണം? എന്തെങ്കിലും ഒരു സ്ഥലം വേണ്ട, ഒരു അങ്ങാടി വേണം, ഒരു ചന്ത വേണം, അല്ലേ? ഒരു മാർക്കറ്റ് വേണം. അപ്പോൾ അങ്ങനെ എന്തായി? അങ്ങനെ കൈമാറ്റം ചെയ്യുക. അതായത് എൻ്റെ കയ്യിൽ അരി ഉണ്ടെങ്കിൽ വേറൊരാളുടെ കയ്യിൽ പച്ചക്കറി ഉണ്ടാവും. അപ്പോൾ എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള അരി ഞാൻ എന്താക്കും? ഈ കൈമാറ്റ കേന്ദ്രത്തിൽ കൊണ്ടുവന്നിട്ട്, ഈ അങ്ങാടി കൊണ്ടുവന്നിട്ട് അത് വിൽപ്പന തുടങ്ങി. അങ്ങനെ കൈമാറ്റ കേന്ദ്രങ്ങൾ പിൽക്കാലത്ത് പട്ടണങ്ങളായും നഗരങ്ങളായും രൂപാന്തരപ്പെട്ടു. ഇങ്ങനെയാണ് ഓരോ ഘട്ടമായിട്ടാണ് മനുഷ്യ ജീവിതത്തിൽ പുരോഗതി ഉണ്ടായത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് ഇവിടെ ഒരു ബോക്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? ശിലായുഗത്തിലെയും വെങ്കലയുഗത്തിലെയും മനുഷ്യ ജീവിതത്തിൻ്റെ സവിശേഷതകൾ താരതമ്യം ചെയ്ത് പട്ടികപ്പെടുത്തുക. അപ്പോൾ പട്ടികയിൽ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ശിലായുഗത്തിലെ മനുഷ്യർ എന്തൊക്കെയാണ് ചെയ്തത്? വെങ്കലയുഗത്തിലുള്ള മനുഷ്യർ എന്തൊക്കെയാണ് ചെയ്തത്? അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ശിലായുഗത്തിലെ മനുഷ്യർ എന്താണ് ചെയ്തത്? കല്ലുകൾ ആയുധമാക്കി, പിന്നെ കൃഷി ആരംഭിച്ചു, ചക്രം കണ്ടുപിടിച്ചു, മൺപാത്ര നിർമ്മാണം ആരംഭിച്ചു. വെങ്കലയുഗത്തിലുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് ആയുധമുണ്ടാക്കിയത്? വെങ്കലം കൊണ്ടാണ് ആയുധമുണ്ടാക്കിയത്. പിന്നീട് കൃഷി ഇടങ്ങൾ വ്യാപിപ്പിച്ചു, പിന്നെ ഉൽപ്പന്ന കൈമാറ്റത്തിന് കേന്ദ്രങ്ങൾ ഉണ്ടാക്കി, നഗരങ്ങളും പട്ടണങ്ങളും രൂപപ്പെട്ടു. അപ്പം നമുക്കതൊന്ന് എഴുതാം. ശിലായുഗം പരുക്കനും മിനുസപ്പെടുത്തിയതുമായ കല്ലുകൾ ഉപയോഗിച്ചു. എന്നാൽ വെങ്കലയുഗത്തിലോ ചെമ്പും ഈയവും കൂട്ടിച്ചേർത്ത് വെങ്കല ഉപകരണങ്ങൾ നിർമ്മിച്ചു. വേട്ടയാടലിൽ നിന്ന് നവീന ശിലായുഗത്തോടെ ലളിതമായ കൃഷി ആരംഭിച്ചു. വെങ്കലയുഗത്തിലോ വെങ്കല ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കാനും കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാനും സഹായിച്ചു. കൃഷിയിടങ്ങൾക്ക് സമീപം വീടുകൾ നിർമ്മിച്ച് സ്ഥിരതാമസം ആരംഭിച്ചു. വെങ്കലയുഗത്തിൽ ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റ കേന്ദ്രങ്ങൾ വളർന്ന് പിൽക്കാലത്ത് പട്ടണങ്ങളും നഗരങ്ങളുമായി രൂപാന്തരപ്പെട്ടു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വെങ്കലയുഗത്തെക്കുറിച്ചാണ്. ഓക്കെ. വെങ്കലയുഗത്തിൽ മനുഷ്യ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ കണ്ടെത്തിയല്ലോ. ഈ മാറ്റങ്ങളുടെ ഫലമായി നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വെങ്കലയുഗത്തിൽ സംസ്കാരങ്ങൾ രൂപപ്പെട്ടു. അത്തരത്തിൽ രൂപപ്പെട്ട വെങ്കലയുഗ സംസ്കാരങ്ങളെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു സർക്കിളിൽ കൊടുത്ത് നിങ്ങൾ കണ്ടല്ലോ. വെങ്കലയുഗ സംസ്കാരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൊസോപ്പൊട്ടേമിയൻ സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം. അപ്പോൾ വെങ്കലയുഗത്തിൽ പ്രധാനപ്പെട്ട
പ്രധാന സംസ്കാരങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് എന്തൊക്കെയാണ്? മെസോപ്പൊട്ടേമിയൻ സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം. ഇനി അടുത്തത് നോക്കൂ, ഈ ചിത്രം നോക്കുക. ഭൂപടം നിരീക്ഷിച്ച് പ്രധാന വെങ്കലയുഗ സംസ്കാരങ്ങൾ വികസിച്ചു വന്ന സ്ഥലങ്ങൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. അപ്പം മെസോപ്പൊട്ടേമിയൻ സംസ്കാരം നദികൾ ഏതൊക്കെയാണ്? യൂഫ്രട്ടീസും ടൈഗ്രീസും. ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദി. ഹാരപ്പൻ സംസ്കാരം സിന്ധു നദി. ചൈനീസ് സംസ്കാരം ഹൊയാങ്ഹോ. കൂട്ടുകാർക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാ സംസ്കാരങ്ങളും മെസോപ്പൊട്ടേമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം ഇതെല്ലാം ഉടലെടുത്തത്, ഇതെല്ലാം രൂപപ്പെട്ടത് നദീതടങ്ങളിലാണ്, നദീതട തീരങ്ങളിലാണ് അല്ലേ? മെസോപ്പൊട്ടേമിയ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ തീരത്താണ്. അതേപോലെ ഈജിപ്ഷ്യൻ നൈൽ നദിയുടെ തീരത്താണ്. ഹാരപ്പൻ സംസ്കാരം ഉടലെടുത്തത് സിന്ധു നദിയുടെ തീരത്താണ്. ചൈനീസ് സംസ്കാരം ഹൊയാങ്ഹോ നദി. എന്തുകൊണ്ടായിരിക്കാം വെങ്കലയുഗ സംസ്കാരങ്ങൾ നദീതടങ്ങളിൽ രൂപപ്പെട്ടത്? അതിൻ്റെ കാരണങ്ങളാണ് 3 ഉള്ളത്. എന്താണ്? ഫലഭൂയിഷ്ഠമായ മണ്ണ്, പിന്നെ ജലലഭ്യത, അനുകൂല കാലാവസ്ഥ. അപ്പോൾ കൃഷിക്ക് അനുയോജ്യമായ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. ജലലഭ്യതയുണ്ട്, ഫലഭൂയിഷ്ഠമായ മണ്ണുണ്ട്, അനുകൂലമായ കാലാവസ്ഥയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് ഓരോ സംസ്കാരത്തെക്കുറിച്ചും വിശദമായി പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ആദ്യം നമ്മൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെസോപ്പൊട്ടേമിയ സംസ്കാരത്തെക്കുറിച്ചാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു മെസോപ്പൊട്ടേമിയ സംസ്കാരം സ്ഥിതി ചെയ്യുന്നത് യൂഫ്രട്ടീസ് ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് മെസോപ്പൊട്ടേമിയ സ്ഥിതി ചെയ്യുന്നത്. അപ്പം 2 നദികൾക്കിടയിലുള്ള പ്രദേശമാണ് മെസോപ്പൊട്ടേമിയ. ഇനി അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കൂ. ഏതൊക്കെ നദികൾക്കിടയിലാണ് മെസോപ്പൊട്ടേമിയ സ്ഥിതി ചെയ്യുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞു യൂഫ്രട്ടീസ് ടൈഗ്രീസ്, മറന്നു പോകരുത്. ഇനി മെസോപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം നദികൾക്കിടയിലെ പ്രദേശം എന്നാണ്. അപ്പോൾ ഈ 2 നദികൾക്കിടയിലാണ് മെസോപ്പൊട്ടേമിയ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മെസോപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നദികൾക്കിടയിലെ പ്രദേശം എന്നാണ്. അപ്പോൾ യൂഫ്രട്ടീസ് ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ ഇറാഖിൻ്റെ ഭാഗമാണ് ഈ പ്രദേശം. നിലവിൽ മെസോപ്പൊട്ടേമിയ ഇപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇറാഖിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് രാജ്യത്തിൻ്റെ ഭാഗമാണ് മെസോപ്പൊട്ടേമിയ? ഇപ്പോൾ ഇറാഖിൻ്റെ ഭാഗമാണ്. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഈ മെസോപ്പൊട്ടേമിയൻ സംസ്കാരം 4 സംസ്കാരങ്ങൾ കൂടിച്ചേർന്നതാണ്. ഒരു സംസ്കാരമല്ല, 4 സംസ്കാരം കൂടിച്ചേർന്നതാണ്. ഏതൊക്കെയാണത്? നോക്കൂ, സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൾഡിയൻ എന്നിങ്ങനെ 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടിച്ചേർന്നതാണ് മെസോപ്പൊട്ടേമിയൻ സംസ്കാരം. അപ്പോൾ നമ്മൾ അത് പ്രധാനമായും ഓർത്തു വെക്കേണ്ടതുണ്ട്. മെസോപ്പൊട്ടേമിയൻ സംസ്കാരം എത്ര സംസ്കാരങ്ങൾ കൂടിച്ചേർന്നതാണ്? എത്ര സംസ്കാരങ്ങൾ കൂടിച്ചേർന്നതാണ്? 4 സംസ്കാരങ്ങൾ കൂടിച്ചേർന്നതാണ്. ഏതൊക്കെയാണ് ആ സംസ്കാരങ്ങൾ? സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൾഡിയൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. നഗരജീവിതവും എഴുത്തുവിദ്യയും. ഓക്കെ, മെസോപ്പൊട്ടേമിയൻ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യ ജനത സുമേറിയക്കാരായിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ, സുമേറിയ, ബാബിലോണിയ, അസീറിയൻ, കാൾഡിയ എന്നിങ്ങനെ 4 സംസ്കാരങ്ങൾ കൂടിച്ചേർന്നതാണ് മെസോപ്പൊട്ടേമിയ സംസ്കാരം. അപ്പോൾ ആദ്യ ജനത ഏതായിരുന്നു? നഗരജീവിതം രൂപപ്പെടുത്താൻ സഹായിച്ച ആദ്യ ജനത സുമേറിയക്കാരാണ്. ഓക്കെ, മെസോപ്പൊട്ടേമിയ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളുടെ പേരാണ് ഏതൊക്കെയാണ്? ഉറൂക്ക്, ലഗാഷ്. എന്താണ്? ഉറൂക്ക്, ലഗാഷ്. അപ്പോൾ പ്രധാന നഗരങ്ങൾ ഏതായിരുന്നു? ഉറൂക്ക്, ലഗാഷ്. ഇനി നമുക്ക് മെസോപ്പൊട്ടേമിയയുടെ എഴുത്ത് സമ്പ്രദായം നോക്കാം. എഴുത്ത് സമ്പ്രദായത്തിൻ്റെ പേര് ക്യൂണിഫോം എന്നാണ്. എന്താണ്? ക്യൂണിഫോം എന്നാണ്. ഈ ക്യൂണിഫോം ലിപി നിങ്ങളിവിടെ ചിത്രത്തിൽ കണ്ടല്ലോ. ഇനി ക്യൂണിഫോം ലിപിയുടെ പ്രത്യേകതകൾ 4 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ക്യൂണിഫോം ലിപി വികസിപ്പിച്ചത് സുമേറിയക്കാരാണ്. ആപ്പിളിൻ്റെ ആകൃതിയിലുള്ള ചിത്രലിപിയാണിത്. ഓക്കെ, ആപ്പിളിൻ്റെ ആകൃതിയിലുള്ള ചിത്രലിപിയാണ്. കളിമൺ ഫലകങ്ങളിലാണ് അവർ എഴുതിയിരുന്നത്. കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ് കളിമൺ ഫലകങ്ങളിൽ എഴുതാൻ അവർ ഉപയോഗിച്ചിരുന്നത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്യൂണിഫോം ലിപിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ക്യൂണിഫോം ലിപി എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? മെസോപ്പൊട്ടേമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായമാണ് ക്യൂണിഫോം ലിപി. അതേപോലെ തന്നെ ഈ ക്യൂണിഫോം ലിപി വികസിപ്പിച്ചത് സുമേറിയക്കാരാണ്. ആപ്പിളിൻ്റെ ആകൃതിയിലുള്ള ചിത്രലിപിയാണ്. കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായി ഉള്ളത്. ഇനി നമുക്ക് ഇവരുടെ സംഭാവനകൾ നോക്കാം. ശാസ്ത്രവും ഗണിതവും. ശാസ്ത്രത്തിലും ഗണിതത്തിലും അവർ നൽകിയ സംഭാവനകൾ നോക്കാം. ചാന്ദ്ര പഞ്ചാംഗം, ചാന്ദ്ര പഞ്ചാംഗം. അതേപോലെ ഗ്രഹണവും ചന്ദ്രഗണവും കണക്കാക്കി ഹരണവും ഗുണനവും കണ്ടുപിടിച്ചത് മെസോപ്പൊട്ടേമിയക്കാരാണ്. അപ്പോൾ ചാന്ദ്ര പഞ്ചാംഗം, സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കിയതും ഹരണവും ഗുണനവും കണ്ടെത്തിയതും മെസോപ്പൊട്ടേമിയക്കാരാണ്. ഇനി നിയമത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയെന്ന് വെച്ചാൽ സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുങ്കിയുടെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ടത്. അപ്പം നിയമങ്ങൾ ആദ്യമായിട്ട് ഒരു ക്രോഡീകരിച്ച രീതിയിൽ വന്നത് ഡുങ്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുമേറിയൻ ഭരണാധികാരിയായ ഡുങ്കിയുടെ കാലഘട്ടത്തിലാണ്. അതേപോലെ തന്നെ ഈ നിയമങ്ങൾ പരിഷ്കരിച്ചതാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹമ്മുറാബിയുടെ നിയമസംഹിത എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാവിഷ്കരിച്ച നിയമങ്ങളാണ്? സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുങ്കിയുടെ കാലഘട്ടത്തിൽ ക്രോഡീകരിച്ച നിയമങ്ങളാണ്. അപ്പോൾ ഹമ്മുറാബി, സുമേറിയൻ ഭരണാധികാരി ഡുങ്കി, ഇതൊക്കെ മെസോപ്പൊട്ടേമിയക്കാരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചാന്ദ്രപഞ്ചാംഗം, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, ഹരണം, ഗുണനം, ക്യൂണിഫോം ലിപി, ഇതൊക്കെ മെസോപ്പൊട്ടേമിയക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതേപോലെ നദികൾ നിങ്ങൾ മറന്നു പോകരുത്, ടൈഗ്രീസും യൂഫ്രട്ടീസും. ഇനി നമുക്ക് ഇനിയും 3 സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കത് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ള സംസ്കാരങ്ങൾ ഏതൊക്കെയാണ്? ഈജിപ്ഷ്യൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കണം. അവിടുത്തെ നദി, നൈൽ നദി, അതേപോലെ തന്നെ എഴുത്ത് വിദ്യ, അവരുടെ ശാസ്ത്ര നേട്ടങ്ങൾ ഒക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് പഠിക്കേണ്ടത് ചൈനീസ് സംസ്കാരമാണ്, ചൈനീസ് സംസ്കാരമാണ്. പിന്നെ ഹാരപ്പൻ സംസ്കാരം. അങ്ങനെ 3 സംസ്കാരങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി അതുകൂടി നമുക്ക് പഠിക്കാം. താങ്ക് യു.